ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തന്നിട്ടില്ല, നമ്മളത് എഴുതണം. അതായത് ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പം ആദ്യം ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്, അതായത് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ അങ്ങനെ ഓർക്കുക, ആദ്യം എക്സ്പെരിമെൻ്റ് എന്തോ നോക്കുക. വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്, 2 കോയിൻസ് ടോസ് ചെയ്യുക. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പം കിട്ടുന്ന ഹെഡ്സിൻ്റെ എണ്ണം, അതാണ് നമ്പർ ഓഫ് ഹെഡ്സ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ്, എന്തിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നല്ലേ പഠിച്ചത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. അപ്പം ഈ ചോദ്യം വായിച്ചപ്പോഴേ മനസ്സിലായില്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പം ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്, റാൻഡം വേരിയബിൾ തന്നെ. എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. ഇനി റാൻഡം വേരിയബിൾ കണ്ടുപിടിച്ചാൽ നമ്മൾ, അതായത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്, ആ എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്താണ് എന്ന് കണ്ടാലേ പിന്നെ നമുക്ക് ബാക്കി എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ആദ്യം സാമ്പിൾ സ്പേസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് 2 കോയിൻസ് ഈസ് ഗിവൺ ബൈ. ആദ്യം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എഴുതുക. നമുക്കറിയാം ആദ്യം 2 എച്ച് വീഴാം, 2 ഹെഡ് വീഴാം, അല്ലെങ്കിൽ 2 ടെയിൽ വീഴാം, അല്ലെങ്കിൽ ആദ്യത്തേത് ഹെഡും പിന്നെ ടെയിലും വീഴാം, ആദ്യത്തേത് ടെയിലും പിന്നെ ഹെഡും വീഴാം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് എഴുതാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ. എപ്പോഴും ഉള്ള പോലെ തന്നെ എക്സ് ആണ് റാൻഡം വേരിയബിൾ. അത് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. പിന്നെ എക്സിന് എന്തൊക്കെ വാല്യൂ എടുക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ എഴുതണം. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ളത്, മുമ്പേ തന്നെയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളപ്പോൾ എക്സിൻ്റെ വാല്യൂ തരും, അതിൻ്റെ ആ വാല്യൂ ആവാനുള്ള പ്രോബബിലിറ്റിയും തരും. അപ്പം എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് ഇവിടെ നോക്കുക. നമ്പർ ഓഫ് ഹെഡ്സ് എന്തൊക്കെ വരാനാണ്, എത്രയൊക്കെ നമ്പർ വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ 2 വരാം, 2 ഹെഡ് വരാം, അല്ലെങ്കിൽ 0, ഇവിടെ ഹെഡേ ഇല്ല, 0 വരാം, അല്ലെങ്കിൽ 1 ഹെഡ് വരാം. അപ്പോൾ അതാണ് എക്സിൻ്റെ വാല്യൂ. അതിങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ചെറുതിന് വലുതിലോട്ട് എഴുതിയേക്കുക, 0, 1, 2 എന്നൊരു ഓർഡറിൽ എഴുതിയേക്കുക. ഇനിയും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നമുക്ക് എത്ര നമ്പറാണോ വേണ്ടുന്നത് അതേ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ ഇത് എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എഴുതി 0, 1, 2. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ ഇതാവാനുള്ള പ്രോബബിലിറ്റി, എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി, 0 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്ര തവണ സാമ്പിൾ സ്പേസിൽ ഹെഡ് 0 ആവും, എത്ര തവണ 0 ആവും, ഒറ്റ തവണയേ ആവത്തുള്ളൂ. അപ്പോൾ 1 ഫുൾ എത്ര എണ്ണം ഉണ്ട്? 4, 1/4. ഇനി എത്ര തവണ ഒരു ഹെഡ് വരാനുള്ള സാധ്യതയുണ്ട്? ഒരെണ്ണം വെച്ചിട്ട് 2 തവണ, അതാണ് 2/4. 2 ഹെഡ് വരാൻ ഒരു തവണ സാധ്യതയുള്ളത് 1/4. ഇതാണ് നമ്മുടെ PDF അല്ല PMF. ഇനി ഇതിൽ നിന്ന് വേണം നമുക്ക് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ. അത് മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ സമ്മേഷൻ ഓഫ് എക്സ് പി ഓഫ് എക്സ്, അത് മനസ്സിലാകുന്നത് എളുപ്പമല്ലേ. സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂസ് ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0, 1/0, അതിൻ്റേത് പ്രോബബിലിറ്റി 1/2 പ്ലസ് അടുത്തത് 1 ഇൻറ്റു അതിന് പ്രോബബിലിറ്റി 2/4 പ്ലസ് 2 ഇൻറ്റു 1/4. ഇതിപ്പം 0 വരും, 2/4 പ്ലസ് 1, 2/4 ഇൻറ്റു ഇത് 2 ഇൻറ്റു 1 വരുമ്പോൾ 2/4, 2/4 പ്ലസ് 2/4 1 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യന് എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ എന്നുള്ളത്
ടേബിൾ തരാതെ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ പ്ലെയർ ഈസ് ടു ടോസ് 3 കോയിൻസ്. നിർത്തി വായിച്ചാൽ മതി. ഒരു പ്ലെയർ ഈസ് ടു ടോസ് 3 കോയിൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയർ 3 കോയിൻ ടോസ് ചെയ്യാൻ പോവാണ്. മുമ്പ് 2 കോയിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യാൻ പോവാണ്. ഹി വിൻസ് ₹10 ഇഫ് 3 ഹെഡ്സ് അപ്പിയർ. അത്രയും വരെ വായിക്കാം. അതായത് ഹി വിൻസ് ₹10, അയാൾക്ക് 10 രൂപ കിട്ടും. എപ്പം 3 ഹെഡ് വീഴുവാണെങ്കിൽ, 3 കോയിൻ ടോസ് ചെയ്യാണ്, അപ്പം 3 ഹെഡ് വീഴുവാണെങ്കിൽ അയാൾക്ക് 10 രൂപ കിട്ടും. അല്ലെങ്കിൽ ₹5 ഇഫ് 2 ഹെഡ്സ് അപ്പിയർ. 2 ഹെഡാണ് ഇനി വീഴുന്നതെങ്കിൽ 5 രൂപ കിട്ടും. 1 ഹെഡാണ്, അതായത് ₹1 ഇഫ് 1 ഹെഡ് അപ്പിയർ. 1 ഹെഡാണ് വീഴുന്നതെങ്കിൽ 1 കോയിൻ കിട്ടും. അത് ഹി വിൽ ലൂസ് ₹12 ഇഫ് നോ ഹെഡ് അപ്പിയേഴ്സ്. അടുത്തത് വരുന്നത് 1 ഹെഡും വീണില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന്, ഇത് മുമ്പത്തെ എല്ലാം വിന്നെന്നാണ് പറഞ്ഞത് അയാൾക്ക് കിട്ടുന്നത്, ഇത് പക്ഷേ ലോസ്, അയാളുടെ കയ്യിൽ നിന്ന് 12 രൂപ പോവും 1 ഹെഡും കിട്ടിയില്ലെങ്കിൽ. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് എമൗണ്ട്? എക്സ്പെക്റ്റഡ് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ്പെക്റ്റഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ എക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്റ്റഡ് എമൗണ്ട്, എത്ര എമൗണ്ട് കിട്ടുന്നു, അയാൾക്ക് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എമൗണ്ട് എന്നാണ്. അപ്പം അവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എന്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എമൗണ്ടിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എത്ര എമൗണ്ട് അയാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് റാൻഡം വേരിയബിൾ. അപ്പം ഇത് മുമ്പത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതണം. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പം 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്. 3 കോയിൻ ടോസ് ചെയ്യുമ്പം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഞാൻ സാമ്പിൾ സ്പേസ് എഴുതി കാണിക്കാം. എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പം ആദ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം ഈ ഒരു ഓർഡർ പഠിച്ച് വെച്ചാൽ മതി. ഹെഡ്, ആദ്യം ഹെഡ് വരുന്ന എല്ലാം എഴുതുക, ടെയിൽ വരുന്ന എല്ലാം എഴുതുക. പിന്നെ അല്ലെങ്കിൽ നീ ആദ്യം എങ്ങനെയാണ് നിനക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. ഇപ്പം ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിൽ ആദ്യം ഹെഡ് വരുന്നതന്നെ 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്, 3ഉം ഹെഡാവും, എച്ച്. അടുത്തത് 3ഉം ടെയിലാവാനുള്ള സാധ്യത എഴുതി. ഇനി അടുത്തത് 3 എണ്ണം ഇങ്ങനെ വന്നാൽ ഇനി 1 ഹെഡ് അല്ലെങ്കിൽ 2 ഹെഡ്, അടുത്തത് 3 ഹെഡ്. അങ്ങനെ 3 ഹെഡില്ല, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അത് ആദ്യം 1 ഹെഡ് വരാനുള്ള സാധ്യത. 1 ഹെഡെന്ന് പറഞ്ഞാൽ എഴുതുമ്പം ആദ്യം ഒരു എച്ച് വരാം, പിന്നെ 2ഉം ടി വരാം, കണ്ടോ, HTT. പിന്നെ ഇനിയും ആദ്യത്തെ തവണ ടെയിൽ വീണിട്ട് നടുക്ക് രണ്ടാമത് എച്ച് വീണിട്ട് പിന്നെ ടെയിൽ വീഴാം. അല്ലെങ്കിൽ ആദ്യത്തെ 2 തവണ ടെയിൽ വീണിട്ട് മൂന്നാമത് ഹെഡ് വീഴാം. ഇത് ഒരു എച്ച് വീഴാനുള്ള സാധ്യത, 1 ഹെഡ് വരാനുള്ള സാധ്യത എഴുതി. ഇനി 2 ഹെഡ് വരാനുള്ള സാധ്യത. 2 ഹെഡ് വരുന്നത് പറയുമ്പോൾ ആദ്യത്തേത് 2ഉം ഹെഡായാൽ ലാസ്റ്റ് ടെയിൽ വരാനുള്ള സാധ്യത. ഇനി അടുത്തത് ആദ്യത്തേത് ഹെഡും രണ്ടാമത്തേത് ടെയിലും മൂന്നാമത്തേത് ഹെഡും വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ ആദ്യത്തേത് ടെയിൽ രണ്ടാമത്തെ 2ഉം ഹെഡ് വരാനുള്ള സാധ്യത. 1 2 3 4 5 8 എണ്ണമാണ് സാമ്പിൾ സ്പേസ് വരുന്നത്. ഇനി നമുക്കെന്തോ 3 ഹെഡ് വരാൻ 3 ഹെഡ് വരുന്ന എഴുതി, അത്ര എഴുതിയാൽ മതി. അതായത് ഒന്നുകിൽ നിനക്ക് 3 ഹെഡും വരുന്നത് എഴുതിയിട്ട്, അല്ലെങ്കിൽ തിരിച്ചെഴുതാം, 1 ഹെഡും വരാത്തത്, 1 ഹെഡ് വരുന്ന കേസ്, പിന്നെ 2 ഹെഡ് വരുന്നത്, 3 ഹെഡ് വരുന്നതെന്ന് പറഞ്ഞാലും എഴുതിയാൽ മതി. പിന്നെ ഇത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഒക്കർ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ 3 കോയിനല്ലേ ടോസ് ചെയ്യുന്നത്. അപ്പം ഇത് സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം എടുക്കുന്നത് കറക്റ്റാണോ എന്നറിയാനൊരു സംഭവമുണ്ട്. 2n, അതായത് എത്ര കോയിനുണ്ട് അല്ലെങ്കിൽ എത്ര തവണയാണ് ഇത് ടോസ് ചെയ്യുന്നത്, ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് നോക്കിയിട്ട് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 എണ്ണമല്ലേ, 2⁻³ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യണം. 2 × 2 4 × 2 8 എണ്ണം വരണം സാമ്പിൾ സ്പേസിൽ. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു എക്സ്പെക്റ്റേഷൻ ഓഫ് ദ എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്ന എമൗണ്ടാണ്. ഇനി എക്സിന്
ഇനി എക്സിന് എന്തൊക്കെ വാല്യൂ എടുക്കാൻ പറ്റും, റാൻഡം വേരിയബിളിന് എന്തൊക്കെ വാല്യൂ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞു 3 ഹെഡ് വീഴുവാണെങ്കിൽ അയാൾക്ക് 10 രൂപ കിട്ടും, 2 ഹെഡ് വീഴുവാണെങ്കിൽ 5 രൂപ കിട്ടും, 1 ഹെഡ് വീഴുവാണെങ്കിൽ 1 രൂപ കിട്ടും, 1 ഹെഡും വീണില്ലെങ്കിൽ അയാൾക്ക് 12 രൂപ പോകും. അപ്പോൾ നമ്മളിതെങ്ങനെ എഴുതുന്നത്, അയാൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പം പോസിറ്റീവ് അല്ലേ, അതായത് ഇങ്ങോട്ട് വരുന്നത് അയാളുടെ കയ്യിലോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ടും അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത് നെഗറ്റീവ്, അതായത് അയാളുടെ കയ്യിൽ നിന്ന് മൈനസ് ആയി പോവല്ലേ, അതുകൊണ്ടത് നെഗറ്റീവ് എന്ന് എഴുതാം. അപ്പം എക്സിന് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂസ് 3 ഹെഡ് വീഴുമ്പോൾ 10 രൂപ കിട്ടും, 10, 2 ഹെഡ് വീഴുമ്പോൾ 5 രൂപ കിട്ടും, 5, 1 ഹെഡ് വീഴുമ്പോൾ 1 രൂപ കിട്ടും, 1, പിന്നെ ഒന്നും വീണില്ലെങ്കിൽ 1 ഹെഡും വീണില്ലെങ്കിൽ 12 രൂപ അയാളുടെ കയ്യിൽ നിന്ന് പോകും, -12. ഇതാണ് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി മുമ്പേ കണ്ട പോലെ തന്നെ പ്രോബബിലിറ്റി കാണും, ഇതിങ്ങനെ കാണണം. അപ്പോൾ അതിനും നമ്മൾ സാമ്പിൾ സ്പേസ് നോക്കാം. ആദ്യം എക്സ് എടുത്തു, f(x), എക്സിൻ്റെ വാല്യൂസ്, എക്സിന് ഏതൊക്കെ വാല്യൂ വരാം, 10, 5, 1, -12. അപ്പോൾ ഓർക്കുക 10 വരുന്നത് എപ്പോഴാണ്, 10 വരുന്നത് 3 ഹെഡ് വീഴുമ്പോഴാണ് 10 വരുന്നത്, 3 ഹെഡ് അപ്പിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ സാമ്പിൾ സ്പേസിൽ 3 ഹെഡും വരാനുള്ള സാധ്യത എപ്പോഴാണ്, ഒറ്റ സമയത്തേ ഉള്ളൂ, 1 ഡിവൈഡഡ് ബൈ ഇത് ഫുൾ എത്ര എണ്ണം ഉണ്ട്, 8, 1/8. ഇനി 5 വരുന്നത് എപ്പോഴാണ്, 2 ഹെഡ് വീഴുമ്പോൾ, 2 ഹെഡ് വീഴുന്ന എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്, 1, 2, 3 എണ്ണം, 3, ടോട്ടൽ നമ്പർ 8. ഇനി 1 വരുന്നത് 1 ഹെഡ് വരുന്നത് 1, 2, 3 എണ്ണം, 8. ഇനി -12 വരുന്നത്, അതായത് 1 ഹെഡും വരാതിരിക്കുന്നത് ഒറ്റത്തവണയുള്ളൂ, അതപ്പോൾ 1/8. ഇത് ചെയ്തിട്ട് ശരിയാണോ എന്നറിയാം. നീ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ താഴത്തെ തന്നെ കിട്ടണം, മേളത്തെ സംഖ്യ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ താഴത്തെ ഏതാണോ അത് തന്നെ കിട്ടണം. അപ്പോൾ ഇത് കറക്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ കൂടുതൽ എണ്ണിയെന്ന് മനസ്സിലാവും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 + 3 4, 4 + 3 7, 8, 8/8 എന്ന് കിട്ടും. പിന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ എമൗണ്ട് എന്നാണ് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതിനോട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു f(x), ഈ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു f(x), 10 × 1/8 + 5 × 3/8 + 1 × 3/8 പ്ലസ് ഇടണ്ട, ഇവിടെ -7, അപ്പം -12 × 1/8. ഇത് മാറിപ്പോയത്, മൈനസ് ആണെങ്കിൽ മൈനസ് അതുപോലെ തന്നെ ഇടണം, ഇല്ലെങ്കിൽ സംഭവം എല്ലാം തെറ്റിപ്പോവും. എന്നിട്ട് ഇതെല്ലാം കൂടെ താഴെല്ലാം 8 വരുന്നത് കൊണ്ട് ഇത് എളുപ്പം ചെയ്യാൻ. അങ്ങനെ ലാസ്റ്റ് 2 കിട്ടും എക്സ്പെക്റ്റഡ് എമൗണ്ട്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷേ നമ്മളത് ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിനകത്തുനിന്ന് സാമ്പിൾ സ്പേസ് എഴുതി റാൻഡം വേരിയബിൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് എഴുതി അതിൻ്റെ പ്രോബബിലിറ്റി എഴുതി പിന്നെ എന്താണോ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷൻ വേണ്ടത് അതും എഴുതി അങ്ങനെയാണ് ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ സ്റ്റെപ്പ് കണ്ടുപിടിക്കണം. നീ കുറേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അടുത്തത് തന്നേക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2.5. എക്സ്പെക്റ്റേഷൻ ഓഫ് 3x + 7 കണ്ടുപിടിക്കണം. ഇത് നമ്മൾ അതിനകത്തൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് ax + b എന്ന് പറയുന്നത് a × എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബിയോ ഇങ്ങനെ. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് തന്നെ വരുന്നത്. ഇപ്പോൾ അതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് ax + b എന്ന് പറഞ്ഞാൽ a × എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. ഇവിടെ വരുമ്പം a എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് 3x + 7 അല്ലേ. അപ്പം ഇവിടുത്തെ എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് 3 വെളിയിലെടുക്കുക. 3 × എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് അടുത്തത് പ്ലസ് ഇട്ട് ഏത് കോൺസ്റ്റൻ്റാണ് 7. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 2.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 2.5 പ്ലസ് 7, 3 × 6 7.5 പ്ലസ് 7 14.5.